ഇവനും ദൈവിക സൃഷ്ടി എന്നുള്ള സ്കിറ്റ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുവാൻ ദൈവം ശരണപ്പെടുന്നു. അതിനാൽ നിങ്ങളെ ക്ഷണിച്ചുള്ളൂ. ഞാൻ ഷാർജ അച്ഛ സത്യം പറഞ്ഞാലേ ഞാൻ ജോലി വിളിച്ച പ്രശ്നങ്ങൾ അവിടെ നിൽക്കുമ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാല് ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാച്ചാ. ഞാൻ വണ്ടി കാത്തുന്നു 1 മണിക്കൂറായി. വണ്ടി ഇതല്ലല്ലോ ഭർത്താവില്ല എന്തെടുക്കാൻ പറ്റും. ഇവിടെ ആണെങ്കിലും പ്രശ്നങ്ങളാണ്. ഞാനും എന്റെ കുഞ്ഞും കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ കരയാനറിയാത്ത വണ്ടി വരുന്നു. പ്രതിമകളെ അറിയാനും നമ്മുടെ നാട്ടിലുള്ള ഭിക്ഷക്കാർ ഇവിടെ ഉണ്ടല്ലേ? ഇവിടെ ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങൾക്കറിയുമോ, ഞാനും എൻ്റെ ഈ കുഞ്ഞു ആഹാരം കഴിച്ചിട്ട് 2-3 ദിവസമായി. റോഡിൽ ഉറുമ്പരിച്ച് കിടക്കുന്ന കണ്ടിട്ട് എടുത്തതാണ്. എനിക്ക് കിട്ടുന്നതുകൊണ്ട് ഇവിടെ വളർത്താമെന്ന് കരുതി. പക്ഷെ ഒന്നും കിട്ടുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും തരണേ. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ. ഞാൻ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. അമേരിക്ക അച്ഛൻ്റെ മൊബൈൽ നമ്പറിലാണ് വിളിച്ചത്. പുള്ളി എടുക്കുന്നില്ല. പുള്ളി തിരക്കാൻ തോന്നുന്നു. ഞാൻ അമേരിക്ക വെച്ച് പുള്ളിയെ കണ്ടതാ. പക്ഷെ പുള്ളി മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. നാട്ടിൽ വന്നിട്ട് ഇതിനൊക്കെ കാല് മാറുവാണല്ലോ. ഹലോ, ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് കുറച്ച് സമയം വെളി വെയിറ്റ് ചെയ്യും. ഹലോ, ഞങ്ങൾ ബസ് സ്റ്റാൻഡിലാ. എന്റെ കൂടെ ചേർത്താ കേട്ടോ. ഓക്കെ ഓക്കെ. അമ്മ എല്ലാം തരണേ. സാറേ. ഹലോ പക്ഷേ വണ്ടി അമേരിക്കൻ അച്ഛൻ വണ്ടികൾ വരാന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ എന്തുകൊള്ളു അദ്ദേഹത്തെ സഹായം ചെയ്ത ദൈവവചനം കണ്ടു പറഞ്ഞാൽ സാറേ, നിങ്ങൾക്ക് ബൈബിൾ കോളേജിൽ പഠിച്ചിറങ്ങിയല്ലോ. എനിക്കറിയാം ആരോട് എപ്പോൾ സുശേഷം പറയണമെന്ന്. നിങ്ങൾ എന്നോട് സുശേഷമൊക്കെ കണ്ടുപിടി. ഒത്തിരി വളരെ സീനിയർ ആണുണ്ട് കേട്ടോ. അവിടെ നിങ്ങൾ ഇപ്പം കയറി അഭിപ്രായം പറയുന്നത് സാഹചര്യം അനുസരിച്ച് ഞാൻ ചെയ്യുമോ? വണ്ടി വന്നു, അമേരിക്ക വണ്ടി വന്നു. പക്ഷേ വണ്ടി സൗണ്ടാണ് കേട്ടെ. ആ ബാഗ് കളയല്ലോ. കാരണം ബിൽഡിങ്ങിന്റെ പിരിവിന്റെ കുറ്റി വെക്കാനത്തോളം ആ അച്ചാനെ ഒന്ന് പിടിക്കാൻ പറ്റില്ല. കിട്ടിയാലോ കണ്ടോ പാസ്റ്റർമാരാ. 5 പൈസ കൊടുത്തില്ല. അന്ന് എല്ലാം കൊടുത്ത പാവങ്ങൾ വന്നിട്ട് തേണ്ടിയിട്ടൊന്നും കൊടുത്തില്ല. വലിയ പാസ്റ്ററാണ് പോലും. പ്രാർത്ഥിക്കുകയും ചെയ്തായിരിക്കും. നമ്മളൊക്കെ ദേവന്മാർ എത്ര വരെ കാണുന്നത്. ഇങ്ങനത്തെ പാസ്റ്റർമാരുണ്ടല്ലോ. ഹൈടെക്കിലേക്ക് മാറിയിരിക്കുന്നത്. അച്ഛങ്ങനെ ടാക്സിക്ക് പോകാം നമുക്ക്. ടാക്സ് അച്ഛ ടാക്സി അവിടെ വെക്കുന്നത് നമുക്ക് പോയേക്കാം. ഒരു സാധനം അവരെടുത്ത് വെച്ചാൽ കാണത്തില്ല. മലയാളിയാണ് വരാറുമായി. സമയമില്ല. ഹലോ. മുതലാളി ഇവിടെ ഇല്ലല്ലോ. മുതലാളി വരുമ്പോ വിളിക്കാൻ പറയാം. ഓക്കെ 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 ഓക്കെ. ഹലോ. പിന്നെ ഞാനാ വീട്ടിലുണ്ട് കേട്ടോ. 2 ലോഡാ വിട്ടേക്കുന്നത്. 2 ലോഡാ വിട്ടേക്കുന്നത് കേട്ടോ. അത് ശരി. വീട് നാളെ തന്നെ കഴിച്ചേക്കണം. നീ കഴിക്കല്ലേ കേട്ടോ. സ്വാഗതം അറിയാമല്ലോ. ഓക്കെ, ഞാൻ വെക്കുവാ. നാളെ തന്നെ കഴിച്ചേക്കണം. ശരി ഓക്കെ. യൂട്യൂബിൽ ഒരാൾ വിളിച്ചായിരുന്നു. ചേട്ടാ ഇവന്റെ കാര്യങ്ങൾ വലിയ കഷ്ടമാണല്ലോ. കുഴപ്പക്കാരൻ ലുലു ഉണ്ടാക്കാൻ വേണ്ടി എന്നെ വിളിച്ചോണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ വിളിക്കുവാന്നെ പറഞ്ഞേക്കണം. എന്താ പറയണേ? എന്താ പറയണേ? വിളിക്കല്ലോ. ഓക്കെ ഓക്കെ അങ്ങനെ പറഞ്ഞേക്കാം മുതലാളി. ഓക്കെ ശരി. എന്തൊരു കൊട്ടാരമാ.
ഓ ജീവിക്കാൻ വലിയ പാടാണ്. ഇവിടെ ചെന്നാൽ എന്തെങ്കിലും ഒരു നേരത്തെ ആഹാരം കിട്ടിയേക്കും. സാറേ എന്താടാ എല്ലാം തരണേ. ഞാനും എൻ്റെ കുഞ്ഞും ഭക്ഷണം കഴിച്ചിട്ട് 2-3 ദിവസമായി. ഓളായി ഇവിടെ ഒന്നുമില്ല. സാറേ സാറേ വെള്ളം രാത്രി പിടിച്ചിരിക്കുന്ന സാറേ എന്തെങ്കിലും തരണം സാർ. സാറേ എടാ ഗോപാലോ എന്തോ നീ എവിടെടാ? ഇവിടെ ഉണ്ട് ഇങ്ങോട്ട് വന്നെടാ. നീ കണ്ടില്ലടാ ഒരു നേരത്തെ പറഞ്ഞേ രാത്രി പിടിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവന്റെ ഒരു പാലെ പടം നന്നായിട്ട് വരുന്നത്. ആവശ്യമുണ്ട്. ഓക്കെ സാറേ ഞാൻ ഒരു നേരത്തെ ആഹാരം ചോദിച്ചുള്ളൂ, മറ്റൊന്നും ചോദിച്ചില്ലല്ലോ. എനിക്ക് വയ്യ ഈ കുഞ്ഞിനെ കൊണ്ട് ജീവിക്കാൻ. എനിക്ക് വയ്യ. ഒരു നേരത്തെ ആഹാരം പോലും എന്റെ ഓർക്ക് കൊടുക്കാൻ എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് ഈ കുഞ്ഞിനെ കൊണ്ട് ജീവിക്കാൻ വയ്യ. മോളെ നിന്നെ എനിക്ക് വളർത്താനുള്ള കഴിവില്ല, ആരോഗ്യമില്ല. എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നെ കൊല്ലുക മോളെ. എനിക്ക് വയ്യ നിന്നെ കൊണ്ട് തെണ്ട. ആരും ഒരു നേരത്തെ ആഹാരം പോലും നമുക്ക് തരുന്നില്ല. നിന്നെ ഞാൻ കൊല്ലു. നമ്മുടെ പ്രയാസം കാണാൻ ഈ ലോകത്ത് ഒരു ദൈവങ്ങളുമില്ല, ഒരു മനുഷ്യനുമില്ല. നിന്നെ എനിക്ക് കൊല്ലു. സൗര സൗര ആരാ നിങ്ങൾ? സൗര നിങ്ങൾ ആരാ? ഞാൻ യേശുവിനെ ലോകമെമ്പാടും സുവിശേഷം അറിയിക്കുന്ന ഒരു പ്രാസംഗികനാണ്. ഏത് യേശു? നിങ്ങൾ യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഇല്ല, എനിക്ക് ആരെ കുറിച്ചും കേൾക്കണ്ട. എന്റെ കുഞ്ഞിന്റെ പട്ടയെ മാറ്റാൻ കഴിയുന്നവരാണോ യേശു? അങ്ങനെ ഈ വേദപുസ്തകത്തിൽ പറയുന്നു, 5 അപ്പം കൊണ്ട് യേശു 5000 പേരെ പോറ്റി. ഹാഗാറിനെയും കുഞ്ഞിനെയും മരുഭൂമിയിൽ യേശു അവിടെ സൂക്ഷിച്ചു. പ്രിയ സഹോദര, നീ ശ്രദ്ധിക്കേ, സാറാഫാത്തിലെ വിധവയും കുഞ്ഞിനെയും ക്ഷാമകാലത്ത് ഈ യേശു ജീവനോടെ പോറ്റി. നിന്റെ കുഞ്ഞിന്റെയും എല്ലാ അവസ്ഥയ്ക്കും മാറ്റം വരുത്തുവാൻ, നിന്റെ കുടുംബത്തിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തുവാൻ ഈ യേശുവിന് കഴിയും സഹോദര. നിങ്ങൾ കരയരുത്. എന്റെ കുഞ്ഞിന്റെ പട്ടിണി മാറ്റാൻ കഴിയുന്നവരാണോ നിങ്ങളുടെ യേശു? നിന്റെ കുഞ്ഞിന്റെ പട്ടിണി, നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറ്റുവാൻ ഈ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. കാരണം ആ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ യേശുവിന്റെ നാമം മാത്രമേ ഉള്ളൂ. ലോകത്തിലെ പല ദൈവങ്ങളും നമ്മുടെ മുമ്പിൽ കൈമലർത്തുമ്പോൾ ജീവിക്കുന്ന ഒരു യേശു മാത്രമേ ഉള്ളൂ സഹോദര. ആ യേശുവിൽ നീ നിന്റെ കുടുംബം വിശ്വസിക്കണം. സഹോദര. സഹോദര കരയരുത്. എന്റെ കുഞ്ഞിന്റെ പട്ടിണി മാറ്റാൻ കഴിയുന്നവരാണോ നിങ്ങളുടെ യേശു? തീർച്ചയായിട്ടും സഹോദര, നിങ്ങൾ കരയരുത്. ഈ യേശു നിങ്ങൾ വിശ്വസിക്കേ. ഈ നല്ല യേശുവിനെ കുറിച്ച് ഒരു 5 മിനിറ്റ് മുമ്പ് നിങ്ങൾക്ക് എന്നോട് പറയില്ലായിരുന്നു. ഇപ്പോഴത്തെ പറ്റി സഹോദര. എന്റെ കുഞ്ഞിനെ കൊന്നു. അയ്യോ ദൈവമേ, ഞാൻ കാരണം സംഭവിച്ചില്ല. എന്റെ കർത്താവേ, എനിക്ക് യേശുവിനെ കുറിച്ച് കേൾക്കണ്ട. എന്റെ കർത്താവേ, ഞാൻ എനിക്ക് ലഭിച്ച സമയം നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ കർത്താവേ. എന്റെ അവസരം ഞാൻ പാഴാക്കിയല്ലോ കർത്താവേ. നീ എന്നോട് ക്ഷമിക്കണമേ കർത്താവേ. മോളെ കരയാ സഹോദര, കരയോതെ. നല്ലൊരു യേശു, നിന്റെ പട്ടിണി മാറ്റാൻ കഴിയുന്ന യേശു ഈ തെറ്റിനോട് ക്ഷമിക്കണമേ കർത്താവേ. യേശുവിനോട് ക്ഷമിക്കണമേ. എന്റെ അവസരം ഞാൻ പാഴാക്കി കളഞ്ഞല്ലോ യേശുവേ. എന്നോട് ക്ഷമിക്കണമേ കർത്താവേ. പ്രിയ ദൈവമക്കളെ, ഞങ്ങളുടെ സ്കിറ്റ് സമയക്കുറവുകൊണ്ട് ഞങ്ങൾ ഒത്തിരി കാര്യം കുറച്ചിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കാരണം പലർക്കും പോകേണ്ട ബുദ്ധിമുട്ടും തിരക്കുള്ളവരൊക്കെ ഉണ്ട്. ഞങ്ങളുടെ സ്കിറ്റിന്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നാം നന്മ ചെയ്യാനും ജീവകാരുണ്യം ചെയ്യാനും സുവിശേഷം അറിയിക്കാനും ഒരവസരം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നാം അത് പാഴാക്കി കളയരുത്. ഒരാളോട് സുവിശേഷം പറയുന്നത് കൂടാതെ ഒരു നേരത്തെ ആഹാരമോ
ഒരു വസ്ത്രമോ ഇതെന്തെങ്കിലും നാം വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം ഇങ്ങനെയുള്ളവർക്ക് സുവിശേഷം പറയുന്നത് അത്യുത്തമമായിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫെസ്യ ലേഖനം 5:13 പറയുന്നു, ഇത് ദുഷ്കാലമാകിയാൽ സമയം നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കണം. നമ്മുടെ മുമ്പിൽ സമയങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്യാൻ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ ദൈവത്തിന് വേണ്ടി അല്പസമയം നാം മാറ്റിവെച്ച് ജീവകാരുണ്യം പറയുവാൻ, സുവിശേഷം പറയുവാൻ നാം ഓരോരുത്തരും എപ്പോഴും തയ്യാറായിരിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലൊരു കുഞ്ഞിന്റെ ജീവൻ ഇവിടെ നഷ്ടപ്പെട്ടു. ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും നമ്മൾ അറിയാൻ വയ്യാത്ത ലക്ഷോപലക്ഷം ജനങ്ങൾ പട്ടിണി കൊണ്ട് മരിക്കുന്നു ആഫ്രിക്കൻ നാടുകളിൽ. അവരുടെ ലക്ഷക്കണക്കിന് റിപ്പോർട്ടുകളാണ് ഇന്ന് നമ്മൾ ഇന്റർനെറ്റിലൂടെ പേപ്പറിലൂടെ ഒക്കെ കാണുന്നത്. അതിനൊക്കെ നമ്മൾ എല്ലാത്തിനും ഉത്തരവാദികളല്ലായി പോലും നമ്മുടെ പരിസരത്ത് നമ്മുടെ യൂത്ത് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ പല കാര്യങ്ങളും ജീവകാര്യങ്ങളും നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ തലമുറക്ക് നമ്മുടെ സഭയ്ക്ക് ഒരു അനുഗ്രഹമാണ്. അതിലുപരിയായി ഒത്തിരിയും കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ മരണപ്പെട്ടിട്ട് പോകും. ചിലരവരെ കൊന്നുകളയുന്നു. കാരണം എന്താ ചോദിച്ചാൽ അവർക്ക് വളർത്താൻ നിവൃത്തിയില്ല, പട്ടിണിയോട്ട് മരിക്കുന്നു. ഇതെല്ലാം ഇന്ന് ഈ ലോകത്തിൽ നമ്മുടെ കണ്ണിന് മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ കണ്ണ് തുറക്കേണ്ടവരായിരിക്കണം. ഈ നാളുകളിൽ നമുക്ക് ധരിക്കുന്ന സമയങ്ങൾ നാം കർത്താവിന് വേണ്ടി അധികമായി പ്രയോജനപ്പെടുത്തുവാൻ ദൈവം നമ്മളെ ഇടവരുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സ്കിറ്റ് ഇവിടെ തീരുകയാണ്. യേശു വിളിക്കുന്നു, ഇന്നും യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, ഇന്നും യേശു വിളിക്കുന്നു. അൻപെഴുമാ പൊൻകരങ്ങൾ നീട്ടി വിളിക്കുന്നു, അൻപെഴുമാ പൊൻകരങ്ങൾ നീട്ടി വിളിക്കുന്നു. യേശു വിളിക്കുന്നു. ഉള്ളം തകർന്നവരെ വാ ഉണ്മയമെന്നന്തികേ, ഉള്ളം തകർന്നവരെ വാ ഉണ്മയമെന്നന്തികേ, ഉള്ളലിഞ്ഞാശ്വാസമേകാൻ ഉള്ളവൻ ഞാനല്ലയോ, ഉള്ളലിഞ്ഞാശ്വാസമേകാൻ ഉള്ളവൻ ഞാനല്ലയോ. യേശു വിളിക്കുന്നു, ഇന്നും യേശു വിളിക്കുന്നു. അൻപെഴുമാ പൊൻകരങ്ങൾ നീട്ടി വിളിക്കുന്നു, അൻപെഴുമാ പൊൻകരങ്ങൾ നീട്ടി വിളിക്കുന്നു. യേശു വിളിക്കുന്നു. കണ്ണീരണിഞ്ഞവരെ വാ മണ്ണിന്റെ മക്കളെ വാ, കണ്ണീരണിഞ്ഞവരെ വാ മണ്ണിന്റെ മക്കളെ വാ. കന്മഷമാകവെ നീക്കി കണ്ണുനീരൊപ്പിടം ഞാൻ, കന്മഷമാകവെ നീക്കി കണ്ണുനീരൊപ്പിടം ഞാൻ. യേശു വിളിക്കുന്നു, എന്നും യേശു വിളിക്കുന്നു. അൻപെഴുമാ പൊൻകരങ്ങൾ നീട്ടി വിളിക്കുന്നു, അൻപെഴുമാ പൊൻകരങ്ങൾ നീട്ടി വിളിക്കുന്നു. യേശു വിളിക്കുന്നു. താങ്ക് യു.